SIR-ൽ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കുന്നതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പാടില്ല. അതിൽ വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി NSS NCC വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കുവാനുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തും. 10 ദിവസത്തിലധികം വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും നിയോഗിക്കുന്നത് അത് കുട്ടികളുടെ പരീക്ഷയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനുണ്ട് വിവരങ്ങൾ നൽകാനായി വിജിൻ വിശദാംശം. SIR-ൽ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ഒരു ഉത്തരവായി കളക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇറക്കിയത്. ഇതിനെതിരെ വലിയ വിമർശനം അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള മന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും SIR-ന്റെ ഭാഗമായി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പങ്കെടുപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അങ്ങനെ തീരുമാനമെടുത്താൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി ആ ഉദ്യോഗസ്ഥരായിരിക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരത്തെ ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് വിദ്യാർത്ഥികളെ മറ്റ് പ്രവൃത്തികൾക്ക് വിദ്യാഭ്യാസപരമോ വിദ്യാഭ്യാസ അനുബന്ധമോ ആയ പ്രവൃത്തികൾക്കല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് പങ്കെടുപ്പിക്കരുത് എന്ന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള സമയം അത് നഷ്ടപ്പെടുത്തുന്നതാണ് നിലവിലിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും SIR നടപടികൾ വേഗത്തിലാക്കാൻ ഈ BLOമാരെ സഹായിക്കാനായിട്ടാണ് വിദ്യാർത്ഥികളെ NSS-ന്റെയും NCC-യുടെയും ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിലെയും വളണ്ടിയർമാരെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. ഇത്തരം ഒരു ഉത്തരവ് കളക്ടർമാരാണ് ഇറക്കുകയും ചെയ്തത്. പക്ഷേ വിദ്യാർത്ഥികളെ എന്തായാലും വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നു, സംസ്ഥാന സർക്കാർ എത്തുന്നു. അതാണ് മന്ത്രി വിശദീകരിച്ചത്. എന്തായാലും ഈ വാർത്ത ഇന്ന് രാവിലെ മീഡിയ വണ്ണാണ് നൽകിയത്. അതിനുശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള വിവേചനാധികാരം പ്രത്യേക അധികാരം കളക്ടർമാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ BLOമാരെ സഹായിക്കാൻ നിയോഗിക്കാം എന്നുള്ളതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ്. സംസ്ഥാന സർക്കാരിന്റെ നേരത്തെ തന്നെ ഇറക്കിയ ഉത്തരവ് പ്രകാരം 10 ദിവസത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമയം നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് ഉത്തരവ്. അതുകൊണ്ട് തന്നെ അത് മറികടന്നുള്ള ഒരു നടപടിക്കും അംഗീകാരം നൽകില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്.